എന്താണ് താങ്കൾക്കുണ്ടായ ആ ദുരനുഭവം? ഇതിൽ തന്നെ ഒരു സത്യം മനസ്സിലായോ? സത്യശീലം പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു ഇരാന്ന്. ഒരു സ്ത്രീയാണ് ഇര എങ്കിൽ അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുരുഷനായതുകൊണ്ട് ഇരാന്നും പറയാം, എന്നിട്ട് സത്യശീലം എന്നും പറയാം. കാരണം അവർക്കൊന്നും സംഭവിക്കില്ല, സ്ത്രീകൾക്ക് സംഭവിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം. ഇവിടെ ഇരയുടെ കാര്യം പറഞ്ഞിട്ടുള്ള തർക്കമാണോ അതോ ഈ ചെങ്ങായുടെ കാര്യത്തിനൊരു തീരുമാനം? അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. എന്താണ് താങ്കൾക്കുണ്ടായ ഒരു അനുഭവം? ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും വേറൊരു രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഇന്ന് വരെ പെരുമാറിയിട്ടില്ല. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? ഞാൻ കുറച്ച് വർഷമായിട്ട് ഒരു 10, 15, 20 വർഷമായി. ഇപ്പൊ സ്വന്തം ഓട്ടോറിക്ഷയാണ്? സ്വന്തം ഓട്ടോറിക്ഷയാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഓട്ടോ ഓടിയിട്ട് വണ്ടി തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ഇവർ രണ്ടുപേരും എൻ്റെ വണ്ടിയിൽ കയറിയത്. സാറേ, കയറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ല എവിടേക്കാ പോകേണ്ടത് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു താൻ വണ്ടി വിടറോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജംഗ്ഷനിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു സാറേ ഈ വഴിക്ക് പോകണമെന്ന്, മറ്റേ ആൾ പറഞ്ഞു മറ്റേ വഴിക്ക് പോകണമെന്ന്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ നിർത്തി. എന്നിട്ട് അവരോട് ഞാൻ ഇറങ്ങി ചോദിച്ചു എവിടേക്കാ പോകുന്നത് നിങ്ങൾ പറയുന്നല്ലേ ഞാൻ വണ്ടി എടുക്കണല്ലോ എന്ന് പറയും. അത് പറയാം താൻ ആരോടൊന്നും പറയണ്ട, എന്നെ പിടിച്ച് തള്ളി സാറേ. പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ഒന്ന് തടുത്തു, അത്ര ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ എന്നെ പൊതിരെ തല്ലി. ഈ തല്ലുന്ന നാട്ടുകാർ മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കാണ് സാറേ. യാത്രക്കാരായ ഇവർക്ക് തന്നെ നിശ്ചയദാർഢ്യമില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് തല്ലിയില്ലെങ്കിൽ അവർ തമ്മിൽ വലിയൊരു തല്ല് നടന്നേനെ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ കരിവാരിത്തേക്കണം, നിങ്ങൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാം. മാഡം, ഇവിടെ ആർക്കും ആരെയും കരിവാരി തേക്കണ്ട. നമുക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നില്ലേ? അപ്പൊ ഇനി ഞങ്ങൾക്ക് പറയാനുള്ള കൂടി നിങ്ങൾ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് മാഡം പറയും? ഈ മനുഷ്യൻ കൈ മുഖത്തുനിന്ന് മാറ്റുന്നേ. എനിക്ക് ചൂണ്ടി സംസാരിക്കണം. ചൂണ്ടി സംസാരിക്കും, എന്റെ മുഖത്തും എല്ലാം ചൂണ്ടി സംസാരിക്കും. ഇദ്ദേഹം ഞങ്ങൾ ഓട്ടോയിൽ കയറിയ ആ നിമിഷം മുതൽ ഞങ്ങൾ അസഭ്യചുവയോടുകൂടി നോക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ അതിന് പ്രതികരിക്കണ്ടേ? സാറേ സൗന്ദര്യമുള്ളവരായി പോയതാണ്. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ എന്ത് കാര്യമാണ് സാറേ? ഒരുപാട് തവണ നോക്കി ഞങ്ങൾ ഇറിറ്റേഷൻ ആയപ്പോ ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു നാണം തോന്നിയപ്പോ ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ്. സത്യശീലൻ 13 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. എന്റെ സാറേ, നമ്മുടെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് 2 സെക്കൻഡ് നോക്കാൻ പറ്റില്ല. പിന്നിലേക്ക് ആ ജാതി കുയ്യ നമ്മുടെ. ഒന്നാമത്തെ ഇയാളുടെ ആറ്റിറ്റ്യൂഡേ ശരിയായിരുന്നില്ല. സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇയാള് ഒരു ഈ ഓട്ടോയാണെങ്കിലും ഇപ്പൊ ഇയാളൊരു ഡ്രൈവറാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ അയാള് പറയാൻ കിട്ടൂലെന്നേ, നോണ പറയുമ്പോ പറയാൻ കിട്ടണ്ടേ? അപമര്യാദയായി പെരുമാറി എന്റെ സുഹൃത്തിനെയാണ് അയാൾ ആദ്യം തല്ലി. അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സത്യശീലൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ശിക്ഷയ്ക്ക് അർഹനാണ്. സാർ, ഞാൻ വേറൊരു വിവരം അറിഞ്ഞത് ഈ യാത്രക്കാരികള് ഈ സ്ത്രീകൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. സ്ത്രീകൾ ബീർ കുടിക്കുന്നു, വൈൻ കുടിക്കുന്നു, ഇവിടെ അല്ലോ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്താ അതിലൊരു തെറ്റ്? പുരുഷന്മാർക്ക് എന്തോ ആവാമെങ്കിൽ അത് സ്ത്രീകൾക്കാവുന്നുണ്ട്. എന്താ തെറ്റ്? ഞാൻ കാര്യമായിട്ട് പറയാം. പാശ്ചാത്യ രാജ്യത്തല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ 1947 കുറെ നേരമായാലോ ഈ ചങ്ങായി പറയാൻ തുടങ്ങിയിട്ട്. ഈ 47 കാലഘട്ടത്തിൽ ഇവിടെ എത്ര സ്ത്രീകൾ വെള്ളടിച്ചിട്ട് റോട്ടിൽ വന്നിട്ട് ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ബീഡി വലിച്ച് കള്ളു കുടിച്ച് അടി ഉണ്ടാക്കിയാൽ സുഗതൻ സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 അല്ലെങ്കിൽ പിന്നെ എന്നാണ് താങ്കളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും നാൾ സമാധാനമായിട്ട് ജീവിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങളൊക്കെ ഇവിടെ ഇത് ഞങ്ങൾക്ക് ആവില്ല.